ടി പി ഇനിയും ഇന്ധനവില എന്താ മുകളിലേക്ക് എന്താ കയറാൻ തന്നിരിക്കുന്നു. കാരണം എന്താണ്, ഡൊണാൾഡ് ട്രംപ് അവിടെ ഭരിക്കുന്നു. അവിടെ യുദ്ധം നിർത്താനുള്ള ഏതെങ്കിലും പരിപാടി കാണിക്കുന്നില്ല, സമാധാനം പുലരുന്നില്ല, ഹോർമൂസ് അസ്വസ്ഥമായി കിടക്കുന്നു. ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ കേന്ദ്രം കൈ കെട്ടി നോക്കി നിൽക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഈ പഴയ ഭൂതകാലമോ ഏതോ പൂളോ എൻ്റെ പേരും പറഞ്ഞ്? ഹാഷ്മി, താങ്കൾ ഇടപെടാതിരിക്കരുത് എന്നൊന്ന് വിനയപൂർവ്വം അഭ്യർത്ഥനയുണ്ട്. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ എന്തിനാണ് ഈ ചാനലിൽ വന്ന് ഇതുപോലെ പച്ചക്കള്ളത്തം പറയുന്നത്? ഇത് വസന്തോ മറ്റുള്ളവരോ ആണ് പറഞ്ഞതെങ്കിൽ ഞാൻ നിങ്ങളോട് അംഗീകരിക്കും. താങ്കൾ എന്നോട് പറഞ്ഞു സൈറ്റിൽ പോയി പഠിക്കാൻ. മാഡം, ഞാൻ പഠിച്ചു. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ആരാണ് സർ വിപണിയുമായിട്ട് ഉൽപ്പന്നങ്ങളുടെ വില അല്ല കേൾക്ക്. ഞാൻ നിങ്ങളോട് എല്ലാ ബഹുമാനവും വെച്ചല്ല പറയുന്നത്. മാഡം കേൾക്കൂ. മേഡത്തെ പോലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധയ്ക്ക് അറിയാത്തതാണോ സർ? 2009 മാഡം കേൾക്കണം, കിരിത് എസ് പരീക്കർ എന്നൊരു കമ്മിറ്റി രൂപീകരിച്ച വിവരം മാഡത്തിനുണ്ടോ? 2009 അങ്ങനെ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചത് ആരാണ് എന്ന് മാഡത്തിന് അറിയുമോ? ആരാണ് വിപണിയുമായി ബന്ധപ്പെടുത്താൻ തീരുമാനമെടുത്തതെന്ന് മാഡത്തിന് അറിയുമോ? വീണ്ടും മാഡം കളവ് പറയുന്നു. നിങ്ങളത് ക്ഷമിക്കേ. നോക്കൂ, 2010 ജൂൺ മാസം 25-ാം തീയതി മാഡം, 2010 ജൂൺ മാസം 25-ാം തീയതി ഡീസൽ ചെയ്യാൻ തീരുമാനിച്ചു. ആരാണ് മാഡം? അവിടെ ഇരിക്കുന്നേ. മാഡം, ഞാൻ എല്ലാ ബഹുമാനവും നിർത്തി പറയുന്നു. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു. മാഡം, ഈ മിസ്റ്റർ ജയേന്ദ്രൻ 2010 വിപണിക്ക് വിട്ടത് UPA ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ എവിടെയായിരുന്നു അത് കേൾക്കാതെ? 2010 വിട്ടത് UPA ആണെന്ന് ഞാൻ പറഞ്ഞു. മേഡത്തിന്റെ ഒരു ആരാധകനാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അല്ല, മാഷ് പറഞ്ഞു. ഞാനത് പറഞ്ഞതാണ്. പോലുള്ളവർക്ക് പറഞ്ഞു തരാൻ ക്ലാസ് എടുത്ത് ആ ക്ലാസ് എടുത്ത നിങ്ങൾ കളവ് പറയുന്നത് ഞാൻ രേഖാപരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ 2010 ജൂൺ മാസം 25-ന് എന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞാണ്? അല്ല, ഹാഷ്മിക്കും വസന്തനും ഈ ചാനലിൽ വന്ന് എന്തും പറയാം. പക്ഷേ ഒരു സാമ്പത്തിക വിദഗ്ധയുടെ കുപ്പായമിട്ട് കളവ് പറയുമ്പോൾ തരണം നിങ്ങൾ. മൻമോഹൻ സിംഗ് തുടങ്ങിയ വെച്ച കാര്യം. കാരണം ഹാഷ്മിയുടെ ഒന്നുകൂടി പറയാം, ഈ മേഡത്തിന്റെ ക്ലാസ്സുകൾ ആരാധനയോടെ കണ്ട ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ അവർ അറിയപ്പെടുന്നത് സതീശന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പദവിയിലേക്ക് നീങ്ങുമ്പോൾ മേഡം, അതിന് ഞാൻ എതിരല്ല. ആ വാർത്തയ്ക്കും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ പച്ചക്കള്ളം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ മേഡം അസ്വസ്ഥമാവരുത്. ഈ തരത്തിൽ ഞാൻ കിരിത് എസ് പരീക്കർ എന്ന കമ്മിറ്റിയെ നിശ്ചയിച്ചതിന്റെ ഉദ്ദേശം മേഡം ഒന്ന് ഈ ചോദ്യത്തിന് ശേഷം വ്യക്തമാക്കുമോ? നമുക്ക് ഒരുപാട് ഭൂതകാലത്തിലേക്ക് പോകാനും സമയം യഥാർത്ഥത്തിൽ. പക്ഷേ ഭൂതകാലത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. പോയ കാലത്ത് ഉണ്ടായ തെറ്റുകൾ, പിഴവുകൾ കഴിഞ്ഞു. പുതിയ സർക്കാരുകൾ വരുന്നത് എന്താണ്? പോയ കാലത്തിന്റെ പിഴവുകൾ തിരുത്താൻ വേണ്ടിയല്ലേ? എല്ലാ കാലവും പോയ കാലത്തെ പിഴവുകൾ പറഞ്ഞ് ഇതിന്റെ ഭാരം മുഴുവൻ അക്കാലവും ഇക്കാലവും എല്ലാ കാലവും ജനം അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. പുതിയ സർക്കാർ ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം പോയ സർക്കാർ അനീതിപരമായി കൊണ്ടുവന്ന 2 രൂപ അധിക സെസ് അത് നിർത്തലാക്കുന്നു എന്ന പ്രഖ്യാപനം എത്രയും വേഗം ഈ സർക്കാരിൽ നിന്നുണ്ടാവട്ടെ, വീഡിയോയിൽ നിന്നുണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.